നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം BS നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ നടത്തിയ ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുവർ ഷോട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലോട്ട് പോയാലോ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാം. ലൈക്സിന്റെ നമ്പർ കാണുമ്പോൾ അല്ലേ നമ്മുടെ വീഡിയോസ് നിങ്ങൾ എത്രത്തോളം അംഗീകരിക്കുന്നു, അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇതായിരുന്നു: ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏത് എന്നാണ് ചോദ്യം വന്നത്. ഉത്തരം ആസാദി സാറ്റ് 2 ആണ്. ആസാദി സാറ്റ് 2. ഈ SSLV D2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ആണ്. അപ്പൊ ഈ SSLV വന്നതോടുകൂടി ഇന്ത്യക്കിപ്പോ 3 ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റുകൾ സ്വന്തമായി. GSLV, PSLV, SSLV എന്നിവയാണ് ഈ 3 റോക്കറ്റുകൾ. ഏതൊക്കെയാ? GSLV, PSLV, SSLV. ഈ SSLVയുടെ പ്രത്യേകത ചെറിയ ഉപഗ്രഹങ്ങളെ ഓരോ ആഴ്ചയിലും ബഹിരാകാശത്ത് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത് SSLV. ലോകത്തെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ റോക്കറ്റുകളിൽ ഒന്നാണ് SSLV. SSLVയുടെ ഒരു വിക്ഷേപണത്തിന് ഏകദേശം 35 കോടി രൂപയാണ് ചെലവ് വരുന്നത്. അപ്പോൾ ചെറിയ ഉപഗ്രഹങ്ങൾ ഓരോ ആഴ്ചയിലും ബഹിരാകാശത്ത് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ SSLVയിലൂടെ ഇന്ത്യ പൂർത്തീകരിച്ചത്. ഈ SSLV വന്നതോടുകൂടി ഉപഗ്രഹ വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്കിപ്പോ 3 റോക്കറ്റുകൾ സ്വന്തമായി. അത് ഏതൊക്കെയാണ്? GSLV, PSLV, SSLV എന്നിവ. ലോകത്ത് തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ വിക്ഷേപണ റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത് SSLV. അപ്പൊ ഈ SSLV D2 വഴി 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് ആ 3 ഉപഗ്രഹങ്ങൾ? ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-07, അമേരിക്കയിലെ അന്റാരിസ് എന്ന സ്ഥാപനത്തിന്റെ ജാനസ് 01 എന്ന ഉപഗ്രഹം, കൂടാതെ സ്പേസ് കിഡ്സിന്റെ ആസാദി സാറ്റ് 2 എന്ന ഉപഗ്രഹം. സ്പേസ് കിഡ്സിന്റെ ആസാദി സാറ്റ് 2 എന്ന ഉപഗ്രഹം. ഈ 3 ഉപഗ്രഹങ്ങളാണ് SSLV D2 വഴി വിക്ഷേപിച്ചത്. അപ്പൊ ഈ ആസാദി സാറ്റ് 2നെ പറ്റിയാണ് ചോദ്യം വന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ആസാദി സാറ്റ് 2. 75 സ്കൂളുകളിലെ 750 വിദ്യാർത്ഥിനികൾ ചേർന്നിട്ടാണ് ഈ ആസാദി സാറ്റ് 2 എന്ന ഉപഗ്രഹം നിർമ്മിച്ചത്. അതില് നമ്മുടെ കേരളത്തിൽ നിന്നും 2 സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നു. നല്ലൂർ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളും മലപ്പുറം മങ്കട ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളുമാണ് കേരളത്തിൽ നിന്ന് ഈ ഒരു ആസാദി സാറ്റ് 2ന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികൾ. ഓക്കെ, അപ്പൊ അതാണ് ചോദ്യം വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ചെറിയ ഉപഗ്രഹങ്ങളെ ഓരോ ആഴ്ചയിലും ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് SSLV. ക്ലിയർ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചാണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? C. അച്യുതമേനോന്റെ പേരിലായിരുന്നു. ഇദ്ദേഹം 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെ 2364 ദിവസമാണ് കേരളം തുടർച്ചയായിട്ട് ഭരിച്ചത്. 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെ
2364 ദിവസം കേരളം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം കേരളം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സി അച്യുതമേനോന്റെ പേരിലായിരുന്നു. ഈ റെക്കോർഡ് 2022 നവംബർ മാസം 15-ന് ആര് മറികടന്നു? പിണറായി വിജയൻ മറികടന്നു. അപ്പൊ ഇപ്പോ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ. ഇനി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി ആര്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി ഇ കെ നായനാരാണ്. ഇ കെ നായനാർ, ഇദ്ദേഹം 4003 ദിവസമാണ് കേരളം ഭരിച്ചത്. തുടർച്ചയായിട്ടല്ല. 1980, 81, 87, 91, 96, 2001 എന്നീ കാലഘട്ടങ്ങളിലാണ് ഇ കെ നായനാർ കേരളം ഭരിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇ കെ നായനാരും, ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഭരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണിപ്പോ? പിണറായി വിജയനും ആണെന്ന് ഓർക്കാം. ക്ലിയർ അല്ലേ ആ ഫാക്ട്? അടുത്തത് സി സ്പേസിനെ പറ്റിയാണ്. സി സ്പേസ് എന്നത് നമ്മുടെ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപിച്ച OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ചലച്ചിത്ര പ്രേമികൾക്ക് വേണ്ടി കേരള സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപിച്ച OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഇങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോം സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ് ആദ്യത്തെ സംസ്ഥാനം. അപ്പൊ സി സ്പേസ് എന്നത് സർക്കാരിന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്ന OTT പ്ലാറ്റ്ഫോം ആണെന്ന് ഓർക്കാം. OTTയുടെ ഫുൾ ഫോം എന്താ? ഓവർ ദ ടോപ്പ് എന്നതാണ്. ഓവർ ദ ടോപ്പ് എന്നതാണ് OTTയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്ത ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 52ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം 2022. കേരള ചലച്ചിത്ര അക്കാദമി നൽകുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപിച്ചത്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണം, ഒരു ചോദ്യം കിട്ടും. നോക്കാം. മികച്ച സിനിമ 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന ചിത്രമാണ്. മികച്ച സിനിമ ആവാസവ്യൂഹം. ആവാസവ്യൂഹത്തിന്റെ സംവിധായകൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃഷാന്ത് ആർ.കെ. കൃഷാന്ത് ആർ.കെ ആണ് ആവാസവ്യൂഹത്തിന്റെ സംവിധായകൻ. കൃഷാന്ത് ആർ.കെ. അപ്പൊ മികച്ച സിനിമ ഏതാണ്? ആവാസവ്യൂഹം. ആവാസവ്യൂഹത്തിന്റെ സംവിധാനം കൃഷാന്ത് ആർ.കെ. കൃഷാന്ത് ആർ.കെ. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തനാണ്. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ. ചിത്രം ജോജി. ജോജി എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് ദിലീഷ് പോത്തനെയാണ് മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ മികച്ച ചിത്രം ഏതാണ്? ആവാസവ്യൂഹം. ആവാസവ്യൂഹം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? കൃഷാന്ത് ആർ.കെ. മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ദിലീഷ് പോത്തനാണ്. ചിത്രം ഏതാണ്? ജോജി എന്ന ചിത്രത്തിനാണ് ഇദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയത്. മികച്ച നടൻ. മികച്ച നടനുള്ള പുരസ്കാരം 2 പേരാണ് പങ്കിട്ടത്, ബിജു മേനോനും ജോജു ജോർജും. ബിജു മേനോനും ജോജു ജോർജുമാണ് മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. ബിജു മേനോന് ആർക്കറിയാം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആർക്കറിയാം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബിജു മേനോന് പുരസ്കാരം ലഭിച്ചത്. ജോജു ജോർജിന് നായാട്ട്, തുറമുഖം, മധുരം, ഫ്രീഡം ഫൈറ്റ് എന്നീ 4 ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ജോജു ജോർജിന് പുരസ്കാരം ലഭിച്ചത്. നായാട്ട്, തുറമുഖം, മധുരം, ഫ്രീഡം ഫൈറ്റ്. അപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത് ആരൊക്കെ തമ്മിലാണ്? ബിജു മേനോനും ജോജു ജോർജും ആണ്. മികച്ച നടി ഇമ്പോർട്ടന്റ് ആണ്, രേവതിയാണ് മികച്ച നടി. ഭൂതകാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് രേവതിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. രേവതി ഭൂതകാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച ഗായകൻ പ്രദീപ് കുമാർ ആണ്. പ്രദീപ് കുമാർ മിന്നൽ മുരളിയിലെ രാവിൽ മയങ്ങുമി എന്ന ഗാനം ആലപിച്ചതാണ് പ്രദീപ് കുമാറിന് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പൊ മികച്ച ഗായകൻ ആരാണ്? പ്രദീപ് കുമാർ. മികച്ച ഗായിക സിതാര കൃഷ്ണകുമാർ. സിതാരയാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം.
ലഭിച്ചത് സിത്താരയ്ക്കാണ്. മികച്ച ഗായകൻ പ്രദീപ് കുമാർ, മികച്ച ഗായിക സിത്താര. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. മികച്ച കുട്ടികളുടെ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാടകലം എന്ന ചിത്രമാണ് മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്. കാടകലം. ജൂറി അധ്യക്ഷൻ സയ്യിദ് അക്തർ മിർസ ആരാണ്? ഇപ്പോ നിലവിൽ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആണ്. ആരെന്ന് പറയുന്നത്? സയ്യിദ് അക്തർ മിർസ. അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചു. ആ ഒഴിവിലേക്കാണ് ഹിന്ദി തിരക്കഥാകൃത്തായ സയ്യിദ് അക്തർ മിർസ നിയമിതനായത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം. മികച്ച സിനിമ ആവാസ വ്യൂഹം കൃഷാന്ത് ആർക്കെയാണ് സംവിധായകൻ. മികച്ച സംവിധായകൻ ദിലീഷ് പോതൻ ചിത്രം ജോജി. മികച്ച നടൻ ബിജു മേനോനും ജോജു ജോർജും. മികച്ച നടി രേവതി ചിത്രം ഭൂതകാലം. മികച്ച ഗായകൻ പ്രദീപ് കുമാർ. മികച്ച ഗായിക സിത്താര കൃഷ്ണകുമാർ. പിന്നെ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. കുട്ടികളുടെ ചിത്രം കാടകലം. ജൂറി അധ്യക്ഷൻ സയ്യിദ് അക്തർ മിർസ. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. SSLVയെ പറ്റി, പിണറായി വിജയനെ പറ്റി, സി സ്പേസിനെ പറ്റി, പിന്നെ അതുപോലെ 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റി കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. വൃത്തിയായിട്ട് അതങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.